സീക്യാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം മനുഷ്യനും സാമൂഹിക ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ വിഷയത്തിൽ ക്ലാസുകൾ നൽകുന്നതിനും നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരാണത് ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജോസ്. പിതാവേ, സഭ നിരവധിയായ സന്നദ്ധ സംഘടനകൾക്ക് രൂപം കൊടുക്കുക വഴി സഭ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ആ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നുണ്ടോ? ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ ഈ സംഘടനകൾക്ക് സാധിക്കുന്നുണ്ടോ? അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ജോസാറ് ചോദിച്ചത് സഭയിലെ വിവിധ സംഘടനകളെക്കുറിച്ച്. സമൂഹ ജീവിതം എന്ന് പറയുമ്പോൾ വിവിധ സംഘടനകളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മതബോധന ഗ്രന്ഥം സംസാരിക്കുന്നുണ്ട്. പക്ഷേ സഭയിലെ ഭക്തസംഘടനകളെക്കുറിച്ച് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുക. നമ്മൾ സമൂഹത്തിലെ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ്, സമൂഹ ജീവിതത്തെ അത് വളർത്തിയെടുക്കും എന്നുള്ളതുകൊണ്ടാണ് സഭയും അതിനെ പിന്തുണയ്ക്കുന്നത്. അപ്രകാരം സമൂഹ ജീവിതത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പ്രയോജനകരമാക്കുന്നതിനും വേണ്ടിയാണ് സഭ വിവിധ ഭക്തസംഘടനകളെ അല്ലെങ്കിൽ സാമൂഹിക സംഘടനകളെ സഭ തന്നെ നേതൃത്വം കൊടുക്കുന്നു. ഉദാഹരണമായി ഇൻഫാം എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? വളരിക്കുണ്ടിലുണ്ടോ ഇൻഫാം? എന്താ ചെയ്യുന്നത് അവിടെ ജോസാറെ? തുടക്കത്തിൽ നല്ല ഊർജ്ജമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു, എന്നാൽ ഇപ്പോൾ അത്രയും ശക്തമല്ല. ഓക്കെ, ഇതുതന്നെയാണ് നമ്മൾ ചേട്ടന്മാരുടെ ഒരു വലിയ പ്രശ്നം. തുടക്കമെല്ലാം ഭയങ്കര ഊർജ്ജമാണ്, കുറേ കഴിയുമ്പം കാറ്റ് കുത്തിയ ബലൂൺ പോലെ അത് തീരും. ഇത് പ്രധാനപ്പെട്ടതാണ്. അതായത് ഇതിൻ്റെ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ, ഞാൻ എന്ന വ്യക്തി എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ഇപ്പം ഇൻഫാം എന്ന സംഘടനയിലെ കർഷകരെല്ലാവരും ഒരുമിക്കുന്നു. കർഷകർ മാത്രമല്ല, ഗവൺമെൻറ് ജോലിയുള്ളവനും കർഷകന് വേണ്ടി സംസാരിക്കണം. കാരണം എന്താണ്? ഈ കർഷകനാണ് സമൂഹത്തിന് വേണ്ടി ഏറ്റവും അധ്വാനിക്കുന്ന വ്യക്തി. അവൻ്റെ അവകാശങ്ങൾ അംഗീകരിക്കപ്പെടണം എന്നുള്ളത് സമൂഹത്തിൻ്റെ മുഴുവനും വികാരമായി മാറണം. അതാണ് സഭയുടെ ഭക്തസംഘടനകളിലൂടെ സഭ ലക്ഷ്യം വയ്ക്കുന്നത്. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി എൻ്റെ വീട്ടിലിരുന്നാൽ മതി, എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, സാമ്പത്തിക അരക്ഷിതാവസ്ഥയില്ല, എനിക്ക് വീട്ടിൽ കടബാധ്യതയില്ല. അതേസമയം അയലോക്കത്തെ വീട്ടിലെ കർഷകൻ, അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യമാണ്, എല്ലാ സാധനങ്ങളുടെയും വിലയിടിഞ്ഞു. അവൻ പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ജപ്തി വന്നിരിക്കുന്നു. അപ്പോൾ ഈ കർഷക സംഘടനയുടെ ഉത്തരവാദിത്വമുണ്ട്. എന്ത്? ആ പ്രദേശത്തെ മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ ജപ്തി ഒഴിവാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തണം. അതല്ല എങ്കിൽ ആ മനുഷ്യൻ്റെ കിടപ്പാടവും വീടും നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും ഇല്ലേ? അതുപോലെ തന്നെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ നമ്മൾ കർക്കശമായി ഇടപെട്ട് സംസാരിക്കേണ്ടി വരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ വ്യവസായ പ്രമുഖന്മാരുടെയൊക്കെയും കോടികൾ എഴുതിത്തള്ളുന്നതായി നമ്മൾ പത്രങ്ങളിൽ വായിക്കുമ്പോൾ ഈ പാവപ്പെട്ട കർഷകൻ്റേത് മാത്രം എന്തുകൊണ്ട് അണാപൈ തീർത്ത് അടയ്ക്കണമെന്ന് ബാങ്കുകൾ, സർക്കാരുകൾ നിർബന്ധം പിടിക്കുന്നു? അത് കർഷകനെ മനസ്സിലാക്കാത്ത മനോഭാവമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നത് എന്താണ്? നീതിക്ക് വേണ്ടിയുള്ള നിലപാടാണ്. ആ നിലപാട് നമ്മളെല്ലാവരും പങ്കുകാരാകണം എന്നതുകൊണ്ടാണ് സഭ ഇത്തരത്തിലുള്ള സംഘടനകൾ തുടങ്ങിയിരിക്കുന്നത്. മദ്യവർജന പ്രസ്ഥാനം സഭയുടെ മറ്റൊരു സാമൂഹിക ഇടപെടലാണ്. എന്താണ് ഈ മദ്യവർജനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക? നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾ നശിച്ചു പോകുന്നതിൻ്റെ
ഗതി പിടിക്കാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഏതാണ്? മദ്യപാനം. പ്രത്യേകിച്ച് ഈ മദ്യപാനം നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ സഭ മദ്യത്തിനെതിരായ പ്രവർത്തനങ്ങളുമായി, മദ്യം കഴിച്ചാലുണ്ടാകുന്ന ദുരന്തങ്ങൾ, ദൂഷ്യങ്ങൾ എന്ത് എന്ന് മനുഷ്യരെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു വശമാണ്. മദ്യവർജന പ്രസ്ഥാനം. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് സമൂഹത്തിൻ്റെ കാലാകാലങ്ങളിലുള്ള ആവശ്യങ്ങളോട് സർഗാത്മകമായി പ്രതികരിക്കുക എന്നുള്ളതാണ് സഭയുടെ സംഘടനകളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. എന്നാൽ ജോസാർ ചോദിച്ചതുപോലെ അതിനകത്ത് നമ്മൾ വിജയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടൊന്നുമില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ കുറേയൊക്കെ ഒറ്റപ്പെട്ട നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നാട്ടിലെ കുടി കൂടി വരുവാണല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നും. മദ്യപാനം വർദ്ധിച്ചു വരും ഇല്ലേ? എന്നാൽ പിന്നെ ഇതൊന്നും പ്രയോജനമില്ല, അത് നിർത്തിയേക്കാമെന്ന് വിചാരിക്കരുത്. മദ്യവർജന പ്രസ്ഥാനത്തിലുള്ളവർ ശക്തമായി പ്രവർത്തിക്കണം. ആരെങ്കിലുമൊക്കെ പറയാനില്ലെങ്കിൽ ഈ മദ്യപാനം തിന്മയാണ് എന്ന് പറയാൻ ഇവിടെ ആരുമില്ലാതാകും. അത് അപകടകരമാണ്. അതായത് മദ്യവിരുദ്ധ സംസ്കാരം നാട്ടിൽ വളർത്തിയെടുക്കാൻ ഇപ്രകാരമുള്ള സംസാരങ്ങൾ ആവശ്യമുണ്ട് ഇല്ലേ? ഡിമെല്ലോയുടെ ഒരു കഥയിൽ പറയുന്നത് പോലെ നാട്ടിലെല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചു, ഒരാൾക്ക് മാത്രം പിടിച്ചില്ല. അയാൾ കുറേ നേരം നോക്കിയിട്ട് ഞാൻ മാത്രം എന്തിനാ ഭ്രാന്തനല്ലാതെ ജീവിക്കുന്നതെന്ന് വിചാരിച്ച് അയാളും പോയി ഭ്രാന്ത് വെള്ളം കുടിച്ച് ഭ്രാന്തനായി തീർന്ന ഒരു കഥ പറയുന്നു. വാസ്തവത്തിൽ നാട്ടിലെല്ലാവരും കുടിക്കുന്നു, അപ്പോൾ കുറച്ച് പേര് ഞാൻ മാത്രം എന്തിനാ കുടിക്കാതിരിക്കുന്നതെന്ന് വിചാരിച്ച് അവനോട് കുടി തുടങ്ങും. അത് ഒഴിവാകണമെങ്കിൽ മദ്യപാനം തെറ്റാണ് എന്നുള്ള ആ മൂല്യത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ, അതെത്ര ദുർബലമായ സ്വരമാകട്ടെ, എത്ര ഒറ്റപ്പെട്ടു പോകുന്ന സ്വരമാകട്ടെ, അപ്രകാരമുള്ള സ്വരങ്ങൾ ഉയർത്താൻ സമൂഹത്തിൽ വക്താക്കൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ സമൂഹത്തിലൊരു മദ്യവിരുദ്ധ സംസ്കാരം നിലനിൽക്കുകയുള്ളൂ എന്ന് സഭ ചിന്തിക്കുന്നു. സാറിന് ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? ഉത്തരം വ്യക്തമായി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? ഷൈനി ജെയിംസ്. ഷൈനി ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അധീനാവകാശ സംരക്ഷണം എന്ന തത്വത്തെക്കുറിച്ച് എന്താ അർത്ഥമാക്കുന്നത്? മതബോധന ഗ്രന്ഥത്തിൻ്റെ വിവർത്തനത്തിൽ ഇങ്ങനെ കുറേ കഠിന പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അധീനാവകാശ സംരക്ഷണ തത്വം അല്ലേ? അത് ഇംഗ്ലീഷിലെ പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റിയാണ്. അതായത് ഇതൊരു ധാർമ്മിക തത്വമാണ്. പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഒന്ന്, മേലധികാരിയായിട്ടുള്ളവർ തങ്ങളുടെ കീഴിലുള്ളവരോട് കൂടിയാലോചിച്ചും തങ്ങളുടെ അധികാരങ്ങൾ അവരുമായി പകുത്ത് നൽകിയും ഒക്കെയും കാര്യങ്ങൾ ചെയ്യണം. അത് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റിയാണ്. പങ്കാളിത്തത്തിൻ്റെ അധികാര വിനിയോഗം, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി എന്ന് പറഞ്ഞാൽ. ഉദാഹരണം, പോലീസ് സേനയിൽ നോക്കുക. പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നയാൾ DGP ആണ് അല്ലേ? DGP അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ കീഴിലുള്ള IG-മാർക്ക് നിർദ്ദേശം കൊടുക്കും. IG-മാർ അത് കമ്മീഷണർമാർ, SP-മാർ ആ തലങ്ങളിലേക്ക് അത് കൈമാറുന്നു. ആ അധികാരം ഓരോ SP-യും തൻ്റെ കീഴിലുള്ള DYSP-മാരിലേക്ക് കൈമാറും. DYSP-മാർ എന്ത് ചെയ്യും? സർക്കിളുമാർ, SI-മാർ, പോലീസുകാർ. അങ്ങനെയാണ്. ഒരു പോലീസുകാരന് ഏകപക്ഷീയമായൊരു തീരുമാനം എടുക്കാൻ പറ്റിയാൽ അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറോട് ചോദിക്കണം അല്ലേ? ആ സുപ്പീരിയർക്ക് സംശയമുണ്ട്, അയാൾക്ക് മുകളിലുള്ളവരോട് ചോദിക്കും. ഇതാണ് എന്തെന്ന് പറയുക? പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി. DGP അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാനാണ് തീരുമാനിക്കുന്നത്, ആര് പരാതി ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ ആളുകളോട് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി പോലീസ് പരാതിയും കൊണ്ട് ചെന്നാൽ DGP എന്നാ ചെയ്യുന്നു? അതെന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി ഇല്ലാത്തതുകൊണ്ട്. അധികാര വികേന്ദ്രീകരണമെന്നോ പങ്കാളിത്ത സ്വഭാവമുള്ള അധികാരമെന്നോ ഒക്കെ അതിനെ പറയാം. അത് സമൂഹ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീട്ടിലെ അപ്പൻ ഈ പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി പാലിക്കണം ഇല്ലേ? അല്ലെങ്കിൽ ചേട്ടത്തിമാർ ചൂടാകാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തനിക്ക് തോന്നിയത് ഇതാണ് എൻ്റെ തീരുമാനം,
ഇതിനപ്പുറം ഒരാളിവിടെ മിണ്ടിപ്പോകരുത് എന്നൊക്കെ കൽപ്പനകൾ പുറപ്പെടുവിച്ചാൽ ആദ്യത്തെ 2-3 കൽപ്പനകൾ എന്തേലും ആട്ടെ പോട്ടെ എന്ന് വിചാരിച്ച് മനുഷ്യർ സഹിക്കും. കുറേ കഴിയുമ്പോൾ ഇയാൾ ആരുവാ എന്നൊരു ചോദ്യം പിള്ളേർ തന്നെ ചോദിച്ചെന്നിരിക്കും അല്ലേ? അതുണ്ടാകാതിരിക്കണമെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി വേണം. സമൂഹ ജീവിതത്തിൽ ഈ പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റിക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ശക്തമായ സമൂഹങ്ങൾ ദുർബല സമൂഹങ്ങളെ വിഴുങ്ങിക്കളയരുത്. മനസ്സിലാവും? അതും പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റിയാണ്. ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു മതവിശ്വാസം വളരെ പ്രബലമാണ് എന്ന് വിചാരിക്കും. നമ്മുടെ ഭാരതത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾ മഹാഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഹൈന്ദവ സഹോദരങ്ങൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി അതിൻ്റെ ഏറ്റവും മാന്യമായ രൂപത്തിൽ നാളിതുവരെയും പാലിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അവരാരും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരുടെയോ മുസ്ലിങ്ങളുടെയോ സിഖുകാരുടെയോ ഒരവകാശവും കവർന്നെടുക്കാനോ നമ്മളെ അടിച്ചമർത്താനോ മുതിർന്നിട്ടില്ല. ആ ഹൈന്ദവ സഹോദരങ്ങൾ നാട്ടിൽ കാണിച്ച ആ മതസഹിഷ്ണുത, അതിനെ വേണമെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി എന്ന് പറയും. ഇത്രയും ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ, എന്നാൽ പിന്നെ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഇവിടെ നടപ്പിലാക്കാം എന്നവർ ചിന്തിച്ചില്ല അല്ലേ? അതൊരു പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി വേണം. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു നാട്ടിൽ അവരായിരിക്കും അവിടുത്തെ ഏറ്റവും ശക്തമായ പാർട്ടി അല്ലേ? അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടി ആഫീസ് മാത്രം മതി, ഇവിടെ വേറൊരു പാർട്ടിയുടെയും കൊടി ഇവിടെ ഉയർത്താൻ പാടില്ല, ഒരു പാർട്ടി ആഫീസ് ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല, വേറൊരു പാർട്ടിക്കാരും ഇവിടെ പ്രകടനം പോലും നടത്താൻ പാടില്ല എന്ന് പറയുന്ന ചില പാർട്ടിക്കാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റിക്ക് വിരുദ്ധമാണ്. മനസ്സിലാകുന്നു? അതായത് നമുക്ക് കയ്യൂക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അതില്ലാത്തവൻ്റെ അവകാശം കവർന്നെടുക്കരുത്. സമൂഹ ജീവിതത്തിൽ ഈ പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. അപ്പോൾ ഈ 2 മാനങ്ങളിലും പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞതുപോലെ എന്തായിരുന്നു ആ കഠിനമായ മലയാളം വാക്ക്? അധീനാവകാശ സംരക്ഷണം. അധീന അവകാശ സംരക്ഷണ തത്വം നമ്മളെല്ലാവരും പാലിക്കാൻ കടപ്പെട്ടവരാണ്. താങ്ക് യു പിതാവേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? സാറാണ്. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് കെന്നഡി പൊടിമറ്റം. ഓക്കെ. പിതാവിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിരുന്നു സമൂഹങ്ങളുടെ നിലനിൽപ്പിന് ഒരു അധികാരി ആവശ്യമാണ് എന്ന് പറഞ്ഞു വെച്ചിരുന്നല്ലോ. അപ്പോൾ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നു ഒരു അധികാരി ദൈവപരിപാലനയുടെ ശുശ്രൂഷകരായി വർത്തിക്കേണ്ടവരാണ് എന്ന്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പല സമൂഹങ്ങളുടെയും ഭരണാധികാരികൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ കാഴ്ചപ്പാടുമായി എങ്ങനെ തുലനം ചെയ്യാൻ സാധിക്കുമെന്ന് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതായത് സാറ് ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ അധികാരികളായി വരുന്നവർ പലപ്പോഴും ഈ ദൈവഹിതത്തിന് ചേരാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരോ ദൈവത്തിൽ വിശ്വസിക്കാത്തവരോ ഒക്കെയും അധികാരികളായി വരുന്നുണ്ട്. അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അവരെ നമ്മൾക്ക് അധികാരികളായി അംഗീകരിക്കാൻ പറ്റുക? അതാണ് സാറിൻ്റെ ചോദ്യം അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധികാരസ്ഥാനത്ത് ഇപ്പോൾ ഭാരതം പോലെയുള്ളൊരു രാജ്യത്തിൻ്റെ അധികാരസ്ഥാനത്ത് എത്തുന്ന വ്യക്തി ഈ രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ്? ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നിർദ്ദേശിച്ച രീതിയിലാണ്. അവരങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വ്യവസ്ഥാപിതമായി നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി, മന്ത്രിയായി, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഞാൻ സേവനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഭരണഘടനയാണ് നമ്മുടെ മാനദണ്ഡം എന്ന് പറയും. അതുകൊണ്ട് ഒരു അധികാരിയെ വിലയിരുത്തുന്നതിന് ആ അധികാരിയുടെ വ്യക്തിപരമായ നിലപാടുകളോ മതവിശ്വാസമോ എന്നുള്ളതിനേക്കാൾ ഉപരി ഭരണഘടനയോട് ആ വ്യക്തി പുലർത്തുന്ന വിധേയത്വം പരമപ്രധാനമായ വസ്തുതയാണ്. അത് ഈ നാനാത്വം ഒരു മൂല്യമായി സൂക്ഷിക്കുന്ന ഭാരതത്തിൽ ഭരണഘടനയാണ് നമ്മളെ എല്ലാവരെയും ഏകീകരിക്കുന്ന
സത്യം എന്നുള്ളതിനാൽ അപ്രകാരം ഭരണഘടനാ മൂല്യങ്ങളോടുള്ള വിശ്വസ്തത പ്രധാനപ്പെട്ടതാണ്. മന്ത്രിക്ക് ചിലപ്പോൾ ദൈവവിശ്വാസം ഉണ്ടാകണമെന്നില്ല, പക്ഷേ മന്ത്രി തൻ്റെ നിരീശ്വരവാദം നാട്ടിലെല്ലാവരുടെയും മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ആ മന്ത്രിയെ നമ്മൾ പ്രതിരോധിക്കണം. മന്ത്രിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. അദ്ദേഹം ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ വിശ്വാസികൾ നോക്കിക്കാണേണ്ടത്. ഇനി സാറിൻ്റെ ചോദ്യത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ വ്യക്തികൾ ഇപ്രകാരം ദൈവനിഷേധത്തിൻ്റെയോ ദൈവവിരുദ്ധതയുടെയോ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അവരെ ഇതറിഞ്ഞുകൊണ്ടാണ് ജനം തിരഞ്ഞെടുക്കുക, അല്ലേ? അതുകൊണ്ട് സമൂഹത്തിലെ ദൈവവിശ്വാസത്തിന് വരുന്ന കുറവ് ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കും. മൂന്നാമതായി ആ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തത്വം, ദൈവത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന ചില അടിസ്ഥാനപരമായ മൂല്യങ്ങളുണ്ട്. അതായത് എല്ലാ മനുഷ്യരും ദൈവമക്കളാണ്, എല്ലാവരെയും ആദരിക്കേണ്ടതും സ്നേഹിക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും അവകാശങ്ങളെ ഞാൻ ആദരിക്കേണ്ടതുണ്ട്. ഇപ്രകാരം ദൈവവിശ്വാസം പ്രദാനം ചെയ്യുന്ന ചില അടിസ്ഥാന മൂല്യങ്ങൾ ഒരു ഭരണകർത്താവിന് അധിക യോഗ്യത നൽകുന്നുണ്ട്. അത് വിശ്വാസമില്ലാത്ത ഭരണാധികാരികൾക്ക് അത് നഷ്ടമാകാം. അതിൻ്റേതായ പല ദൂഷ്യങ്ങളും ദുരന്ത ഫലങ്ങളും നമ്മൾ അനുഭവിക്കാറുമുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയുക, ഞാനും എൻ്റെ വിശ്വാസവും എൻ്റെ പ്രത്യയശാസ്ത്രവും മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വേസ്റ്റാണ് എന്ന് ചിന്തിക്കാൻ ഇപ്പോഴത്തെ പല ഭരണകർത്താക്കളെയും പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു ശരിയായ ദൈവവിശ്വാസത്തിൻ്റെ അഭാവമുണ്ട് എന്നുള്ളത് വസ്തുതാപരം. കന്നഡി സാറിന് ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സിസ്റ്റർ ജിസ്മി. ഓക്കെ, സിസ്റ്ററിൻ്റെ ചോദ്യം. പിതാവേ, വിശ്വാസ വളർച്ചയ്ക്ക് തുരങ്കം വയ്ക്കുന്ന തരത്തിൽ രാഷ്ട്രം ഇടപെടുമ്പോൾ അതിനെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ സഭയ്ക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടുകൂടെ? അത് നല്ലൊരു ചോദ്യം എന്ന നിലയിൽ അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, സഭ രാഷ്ട്രീയത്തെ അസ്പൃശ്യമായോ തൊട്ടുകൂടാത്തതായിട്ട് ഒരിക്കലും കരുതുന്നില്ല. രാഷ്ട്രം എന്ന സത്യത്തെ സംബന്ധിക്കുന്നതെല്ലാം രാഷ്ട്രീയമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടാണ് സഭ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനാൽ സഭ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൽ ഒരു തെറ്റുമില്ല, ഇടപെടുക തന്നെ ചെയ്യണം. ഇവിടുത്തെ ഭരണകൂടങ്ങൾ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായി പ്രവാചക ധീരതയോടെ സംസാരിക്കാൻ സഭ ഇവിടെ ഉണ്ടാകണം. ആരെല്ലാം സഭയുടെ വായടച്ച് മൂടിക്കെട്ടാൻ ശ്രമിച്ചാലും സഭ പ്രവാചക ശക്തിയോടെ ഇവിടെ നിലപാടുകൾ പ്രഖ്യാപിക്കണം. അതിനകത്തൊരു സംശയവും ആർക്കും വേണ്ട. സഭ മിണ്ടാൻ പാടില്ല, സഭ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചില നേതാക്കന്മാർ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് അവിവേകമാണ്. കാരണം എന്താണ്? ഈ സഭയിലെ അംഗങ്ങളും ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ ഇവിടുത്തെ ഭരണകൂടത്തെ വിലയിരുത്താനും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ തെറ്റായ ചെയ്തികളെ ചൂണ്ടിക്കാണിക്കാനും തിരുത്തണമെന്ന് പ്രതിബദ്ധതയോടെ ആവശ്യപ്പെടാനും സഭയ്ക്കുള്ള അധികാരത്തെ ആരും നിഷേധിക്കാം എന്ന് കരുതണ്ട. സഭ അത് ചെയ്യും. പക്ഷേ ഇവിടെ സിസ്റ്ററിൻ്റെ ചോദ്യത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. സഭ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ഇപ്പോൾ രണ്ട് പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നു. അപ്പോൾ സഭ പറയുകയാണ്, ഇന്ന പാർട്ടിയാണ് നമ്മുടെ പാർട്ടി, അതുകൊണ്ട് അതിനെ വോട്ട് ചെയ്യണം എന്ന് സിസ്റ്റർ പോയി പറഞ്ഞാൽ എന്തായിത്തീരും? ഒരു കക്ഷിയുടെ വക്താവായി സിസ്റ്ററോ പറയുന്ന അച്ഛനോ മാറും, അല്ലേ? അത് സഭയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമാണ്. സഭ അപ്രകാരമുള്ള വിഭാഗീയതയുടെയോ കക്ഷിയുടെയോ വക്താവാകേണ്ട കാര്യം സഭയ്ക്കില്ല.
കാരണം എന്താ? ഈശോ മിശിഹ കൊണ്ടുവന്ന സുവിശേഷവും രക്ഷയുടെ സന്ദേശവും എല്ലാ മനുഷ്യർക്കും സംലഭ്യമാകാൻ ഉള്ള ദൗത്യമാണ് തിരുസഭയുടേത്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കുമുള്ള സദ്വാർത്തയാകാൻ വിളിക്കപ്പെട്ട സഭയുടെ സമർപ്പിതരും വൈദികരും ഏതെങ്കിലും ഒരു കക്ഷിയുടെ രാഷ്ട്രീയ വക്താക്കളായി മാറുന്നത് സഭയുടെ നിലപാടല്ല എന്നാണ് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈദികർ, സിസ്റ്റേഴ്സ് ഒന്നും രാഷ്ട്രീയ പാർട്ടികളിൽ അംഗത്വം എടുക്കാനോ രാഷ്ട്രീയ കക്ഷിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാനോ കാനൻ നിയമത്തിൽ വിലക്കുകളുള്ളത്. അപ്രകാരം അനിവാര്യമായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ രൂപതാധ്യക്ഷൻ്റെ അനുവാദത്തോടെ അത് ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുമുണ്ട്. പിന്നെ മറ്റൊരു വസ്തുത, ഇവിടുത്തെ സുവിശേഷ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഭരണഘടനയുടെ മൂല്യങ്ങൾ തന്നെയാണ്. മനുഷ്യമഹത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം, ഇതൊക്കെയുമാണ് ഈ ഭരണഘടനയുടെ മൂല്യങ്ങൾ തന്നെയാണ് സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ. അതുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരണം. നമുക്ക് വളരെ നന്നായി പഠിച്ച പണ്ഡിതരായ ഉന്നത ജോലികളുള്ള IAS ഓഫീസർമാരായിരുന്ന അത്തരം നിലവാരമുള്ള രാഷ്ട്രീയക്കാരൊക്കെ നമുക്കുണ്ട്. രാഷ്ട്രീയക്കാരെ വില കുറച്ച് കാണാൻ വേണ്ടിയല്ല. പക്ഷേ പൊതുവേ ഉള്ള ഒരു ധാരണ എന്താണ്? ഈ ഒരു പണി അറിയാൻ മേലാത്തവനും വേറെ ഒരു വഴിയിലും പോയാൽ വിജയിക്കുകയില്ല എന്ന് ഉറപ്പുള്ളവരും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അവരുടെ ഗുണനിലവാരം വളരെ കുറവാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇന്നിപ്പോൾ കാണുന്ന പല മൂല്യച്യുതിക്ക് പിന്നിലും സ്വജനപക്ഷപാതത്തിൻ്റെയും അതുപോലെ അഴിമതിയുടെയും ഒക്കെ പിന്നാമ്പുറത്ത് ഇപ്രകാരമുള്ള ഗുണനിലവാരം കുറഞ്ഞ വ്യക്തികൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള അപകടം നിലനിൽപ്പുണ്ട്. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ ആ മഹനീയമായ പാരമ്പര്യം ഇന്ന് തുടരുവാൻ തക്ക യോഗ്യതയുള്ളവർ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളൊരു ദുഃഖമുണ്ട്. അതുകൊണ്ട് നല്ല അറിവും പഠിപ്പും സമൂഹത്തെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവരുമായ വ്യക്തികൾ, ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, അവർ മുന്നോട്ട് വരണം. ക്രൈസ്തവർ വളരെ പ്രത്യേകമായിട്ട് മുന്നോട്ട് വരണം. ക്രിസ്ത്യാനികൾക്ക് പലപ്പോഴും ഈ രാഷ്ട്രീയത്തോടൊന്നും താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ ജോലി കണ്ടുപിടിച്ച് ഒന്നെങ്കിൽ വിദേശത്ത് കിടക്കുക, അല്ലെങ്കിൽ ഒരു നല്ല ജോലി സമ്പാദിച്ച് സമാധാനമായിട്ട് ജീവിക്കുക, പൊതുകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ ഒരു പ്രവണത പുതിയ തലമുറയിലെ ക്രൈസ്തവരിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഈ ഒരു പ്രവണതയ്ക്ക് മാറ്റം വരുത്തി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള ഇപ്രകാരമുള്ള നിലപാടുകൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സജീവ രാഷ്ട്രീയത്തിലേക്ക് മൂല്യബോധമുള്ള ചെറുപ്പക്കാർ ഇനിയും കൂടുതലായി കടന്നു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാമോ എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഇപ്പോൾ സിസ്റ്ററും അച്ഛനും ഒന്നും ഇടപെടേണ്ടതില്ല. മറിച്ച് വിശ്വാസികളായ വ്യക്തികൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടണം എന്നാണ് ഒറ്റവാക്കിൽ ഉത്തരം. പ്രേക്ഷകരായ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എഴുതി അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട വിലാസം: To the producer, CCAT, Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.